ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന്. നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായിരിക്കണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന് കേട്ടു. നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് നമ്മൾ കേട്ടു. 1 കൊരിന്ത്യർ 6:19-20 നമ്മൾ ധ്യാനിച്ചത്. അതുപോലെ ഓരോ അവയവവും നമ്മൾ എങ്ങനെ വിശദീകരിക്കപ്പെടണം, അങ്ങനെ നമ്മുടെ അവയവങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചാൽ, വിശദീകരിച്ചാൽ ദൈവത്തിൻ്റെ നാമവും നമ്മളിൽ കൂടി വിശദീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് വി ആർ ഹാലോയിങ് ദ നെയിം ഓഫ് ജീസസ്. സോ ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ ടങ് എത്ര. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം കുറച്ച് വാക്ക് ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കിനെ തെറ്റാതിരിക്കുവാൻ നമ്മുടെ വാക്ക് ക്രമീകരിക്കുക. ലെറ്റ് യുവർ യെസ് ബി യെസ്, നോ ബി നോ. ഇന്നലെ കേട്ടല്ലോ യേശു പറഞ്ഞത്, നിങ്ങളുടെ യെസ് നിങ്ങളുടെ യെസ് എന്നും നോ എന്നും മാത്രമേ പറയുള്ളൂ. അതിൽ കൂടുതലൊന്നും പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29 അത് പറയുന്നത്. പിന്നെ കുതിരയെ അധീനമാക്കുവാൻ, കണ്ടോ, വി ക്യാൻ ടേം എ ഹോസ്. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കാം. കപ്പൽ എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാനിട്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. സോ യു ക്യാൻ ടേം എ ഹോസ്. യു ക്യാൻ ഓൾസോ നിയന്ത്രിക്കാൻ, കപ്പലിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. ആമേൻ. സോ പക്ഷേ നാവിനെ പറ്റി പറയുകയാണ്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. ഇറ്റ് വിൽ ബോസ്റ്റ് എ ലോട്ട്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. ഇന്നലെ ഞാൻ കേട്ടില്ലേ, ഒരാൾ ഒരു ഏഷണി പറഞ്ഞാൽ അതിങ്ങനെ മറ്റുള്ളവരോട് പോയി അത് അവിടെ നിൽക്കുകയല്ല, എല്ലാവരും പറയും. ഞാൻ നിന്നോട് മാത്രമേ പറയുള്ളൂ, ആരോടും പറയരുത് കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ പോകും. അത് തീയാണെന്നാണ് പറഞ്ഞ് ആ കാട് മുഴുവൻ, ആ പട്ടണം മുഴുവൻ, ആ വില്ലേജ് മുഴുവൻ നശിപ്പിക്കുന്നു. അത് നമ്മളുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു എന്ന്. അത് നാവിൻ്റെ കാര്യം. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. സോ വി ക്യാൻ ടേം ഓൾ ദീസ് ആനിമൽസ്. ബട്ട് നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. നോ വൺ ക്യാൻ ടേം ടങ്, ബട്ട് വി ക്യാൻ ടേം. ഓക്കെ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വി ക്യാൻ ടേം. നമുക്ക് മെരുക്കാൻ സാധിക്കും. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞതാണ്. ഇത്ര വിഷമാണല്ലേ നാവിൽ നിന്ന് വരുന്നത്. ആ വിഷം ചിലരുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, അല്ലേ? ആ നാവിനാലാണ് നമ്മൾ സ്തുതിക്കുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുകയും ചെയ്യുന്നു, അല്ലേ? വി ആർ ക്രിയേറ്റഡ് ഇൻ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ മനുഷ്യനെ ആ നാവ് കൊണ്ട് ശപിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ വിഷമാണ്, നാവിൽ മുഴുവൻ വിഷമാണ് വരുന്നത്. അപ്പോൾ ഒരു വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഇല്ല. ഉപ്പുറന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. സോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. സോ ഹൗ കെയർഫുൾ വി മസ്റ്റ് ബി വിത്ത് ആർ ടങ്. എല്ലാവരും glorify God with your all the organs. That means eyes, ears, കണ്ണ്, നാവ്, വായ്, ഹൃദയം, എല്ലാം, ചെവി, എല്ലാം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ കൈകൾ അതുപോലെ, കൈകൾ വിശുദ്ധമായിരിക്കണമെന്ന് 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ, who will ascend to the hill of the Lord, who will stand in the presence of God, those who are clean hands, pure heart, pure lips. അങ്ങനെയുള്ളവർ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ക്ലീൻ കരങ്ങളുള്ള, നല്ല ശുദ്ധിയുള്ള കരങ്ങളുള്ളവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ശുദ്ധിയുള്ള കരം തരാൻ വേണ്ടിയാണ് യേശുവിൻ്റെ കരം ആണിപ്പഴുതാൽ തുളച്ചത്. ആ രക്തമെല്ലാം ഒഴുകിയത് എന്തിനാണ്? നമുക്ക് വിശുദ്ധമായ കരം തരാൻ വേണ്ടിയിട്ടാണ്. ആമേൻ.
വിശുദ്ധമായ കരം തരാൻ വേണ്ടിയാണ്. എല്ലാവരും കരങ്ങളുയർത്തി കർത്താവേ ഐ സറണ്ടർ മൈ ഹാൻഡ്സ് ടു യു എന്ന് പറ. അപ്പം കൈകൊണ്ട് നല്ലത് ചെയ്യണം, നമ്മുടെ കരങ്ങൾ കൊണ്ട് നന്മ പ്രവൃത്തി ചെയ്യണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16, മർക്കോസിൻ്റെ സുവിശേഷം 16:17-18 പറയുന്നു, ഇൻ മൈ നെയിം യു വിൽ കാസ്റ്റ് ഔട്ട് ഡീമൻസ്, യു ലേ ഹാൻഡ് ദ സിക്ക് ആൻഡ് ദേ വിൽ റിക്കവർ എന്ന്. യേശുവിലുള്ളവർ നമുക്ക് കൈകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വെച്ചാൽ അവർക്ക് സൗഖ്യം പ്രാപിക്കും. വി ക്യാൻ ഓൾസോ കാസ്റ്റ് ഔട്ട് ഡീമൻസ് ഇൻ ഹിസ് നെയിം എന്നാണ് പറയുന്നത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 12 പറയുന്നു, യു ക്യാൻ ഡു ദ സെയിം തിങ് ഐ ഡിഡ് ഈവൻ ഗ്രേറ്റർ വർക്ക്സ് എന്ന് യേശു പറയുന്നു. ഞാൻ ചെയ്യുന്നതും അതിൽ കൂടുതലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന്. അപ്പോൾ ഒരു പരിശുദ്ധമായ കരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരട്ടെ. നമ്മൾ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മനോഹരമായ കരങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. വണ്ടർഫുൾ ഹാൻഡ്സ് വിത്ത് 10 ഫിംഗേഴ്സ്, 10 വിരലുകൾ കൊണ്ടുള്ള കമ്പിയുള്ള നാദമുള്ള ആ കരങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ദൈവമുണ്ട്, നമ്മുടെ വിരലുകളിൽ ദൈവമുണ്ട്, നമ്മുടെ കണ്ണിൽ ദൈവമുണ്ട്, നമ്മുടെ കാതിൽ ദൈവമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്, നമ്മുടെ വായിലും മൊത്തം നമ്മുടെ തലമുടിയിലെല്ലാം ദൈവമുണ്ട്. ദൈവം കാലുകൾ, കരങ്ങൾ, ശരീരത്തിൽ മുഴുവൻ നമ്മുടെ കർത്താവ് എന്ന ആലയമാണല്ലേ, യേശുവിൻ്റെ വീടാണ് നമ്മുടെ ശരീരം, ദൈവത്തിൻ്റെ ആലയമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന മന്ദിരം, വീട്, അങ്ങനെയുള്ളതാണ് നമ്മുടെ ശരീരം. എത്ര പേർക്കതറിയാം? എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് എന്നും പറയണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ കണ്ണുകളാണ്, എൻ്റെ കണ്ണിൽ കൂടി അങ്ങ് കാണണമേ ദൈവമേ, എൻ്റെ വായിൽ കൂടി അങ്ങ് സംസാരിക്കണമേ, എൻ്റെ കരങ്ങളിൽ കൂടി അങ്ങ് പ്രവർത്തിക്കണമേ, എൻ്റെ കാതിൽ കൂടി അങ്ങ് ശ്രവിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ കൂടി അങ്ങ് സ്നേഹിക്കണമേ, എൻ്റെ കാലുകൊണ്ട് അങ്ങ് നടക്കണമേ എന്ന് പറയണം. നമ്മൾ നമ്മുടേതല്ല, നമ്മൾ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ദൈവം വിലയ്ക്ക് വാങ്ങിയ വസ്തുവാണ്, താങ്കൾക്കുള്ളതല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സോ ഐ ഡോണ്ട് ബിലോങ് ടു മൈ സെൽഫ്, ഐ ബിലോങ് ടു ഗോഡ്. അങ്ങനെ എല്ലാവരും സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.